സ്വർഗപ്രവേശത്തിന്റെയും നരകമോചനത്തിന്റെയും ദിവസങ്ങളാണ്. അല്ലാഹു രണ്ടും നമുക്ക് സാധ്യമാക്കി തരട്ടെ. അതിനുള്ള ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ സഅല റജുലുൻ മുസ്ലിമുൻ അല്ലാഹ അൽ ജന്ന, അല്ലാഹുവോട് ഒരു മുഅ്മിനായ മനുഷ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, സലാസൻ 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിക്കുന്നു. എന്നാൽ ഇല്ലാ ഖാലത്തിൽ ജന്ന, സ്വർഗം പറഞ്ഞിട്ടല്ലാതെ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഈ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് സ്വർഗം പറയും. അപ്പോൾ സ്വർഗം ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന ദിക്ർ, അതിലൂടെ നമ്മൾ ചോദിക്കുന്നതാണ്, അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. 3 പ്രാവശ്യം ഒരാൾ ചോദിച്ചാൽ, അങ്ങനെയാണ് ഹദീസിലുള്ളത്, 3 പ്രാവശ്യം. അപ്പൊ 30 തവണ ചോദിച്ചാൽ എത്ര തവണ പറയുന്നുണ്ടാവും സ്വർഗം, അല്ലേ? ധാരാളം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ വലസ്തജാറ മിനന്നാർ, നരകമോചനം തേടിയാൽ സലാസ മറാത്തിൻ 3 പ്രാവശ്യം ഇല്ലാ ഖാലത്തിന്നാറും, നരകം പറഞ്ഞിട്ടല്ലാതെ അല്ലാഹുമ്മ അജ്ഇൽഹു മിനന്നാർ, അല്ലാഹുവേ നരകമോചനം ഇയാൾക്ക് സാധ്യമാക്കി കൊടുക്കണേ. സുബ്ഹിയുടെയും മഗ്രിബിന്റെയും നിസ്കാര ശേഷം പ്രത്യേകമായി 7 തവണ അല്ലാഹുമ്മ അജ്ഇൽനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ഇൽനി മിനന്നാർ എന്ന ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചൊല്ലുന്ന അവസരത്തിൽ ഇത് ഓർത്തുകൊണ്ട് ചൊല്ലിയാൽ കൂടുതൽ അതിൻ്റെതായ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ ഇന്ന് ചോദിച്ചല്ലോ, ഞാൻ നരകത്തെ കാവല് ചോദിച്ചല്ലോ, എനിക്ക് നരകമോചനം കിട്ടുമല്ലോ, ഇങ്ങനെ ഓർത്ത് ചെല്ലണം. അതിനാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ ചെല്ലുന്ന കാര്യങ്ങളായിരിക്കും, ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതിന്റെ ഫള് കൂടി, അതിന്റെ മഹത്വം കൂടെ മനസ്സിലാക്കി നമ്മൾ ചെല്ലുമ്പോൾ, പക്ഷെ ഞാൻ ചെല്ലിയിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, അത് ദായിമാക്കാൻ. ചിലപ്പോൾ നമ്മള് ജമാഅത്തിലേക്ക് വന്ന് വേഗം ഓടുന്ന സമയം ഉണ്ടാവും, എന്നാലും ആ സമയത്ത് ഞാൻ അന്ന് ചെല്ലിയിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവും. അല്ലാഹു ഓർമ്മ നിലനിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സിമ്പിളായ കാര്യമാണ്. സ്വർഗം നരകം കിട്ടാൻ ഇങ്ങനെ കുറെ സിമ്പിളായ കാര്യങ്ങൾ. 3 തവണ അല്ലാഹു എനിക്ക് സ്വർഗം തരണം, അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം, 3 തവണ പറയുക. മറ്റൊന്ന് മൻ യുഹാഫിളു അലാ 4 റകഅത്തിൻ ഖബല ളുഹ്രി വ 4 ബഅദഹാ ഹറമഹു അല്ലാഹു അലാ നാർ. ഒരു മനുഷ്യൻ ളുഹ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റകഅത്ത് സുന്നത്ത്, 4 റകഅത്ത് എന്ന ഒന്നിച്ചല്ല, ഈ 2 റകഅത്തിൽ ഇത് വേണം. ശേഷം ഇതുപോലെ 4 റകഅത്ത് സുന്നത്ത്. നേരത്തെ പറഞ്ഞിരുന്നു ളുഹ്റിന് മുമ്പ് 4 റകഅത്ത് ഉൾപ്പെടെ 12 റകഅത്ത് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന്. ഇനി ളുഹ്റിന് ശേഷം ഇതുപോലെ 2 ഏതായാലും നിസ്കരിക്കൂല, എന്നോട് കൂടെ ഒരു 2 കൂടെ. എന്തുകൊണ്ടാണ് അത്? ഒന്ന്, നരകം കത്തിക്കപ്പെടുന്ന സമയമാണ് ഉച്ച സമയം എന്നതാണ് 1. 2, വളരെ തിരക്ക് പിടിച്ച സമയമായിരിക്കും, അല്ലെ? ഉച്ച സമയത്ത് ളുഹ്റിന്റെ ആ സമയത്ത് കച്ചവടങ്ങളൊക്കെ മാർക്കറ്റുകളിലൊക്കെ അങ്ങനെ ചൂട് പിടിച്ചു വരുന്ന സമയമായിരിക്കും. അപ്പൊ ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി ഒരു അല്പസമയം കൂടെ ഇവൻ ചെലവഴിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് കിട്ടാനുള്ള കാരണം. അല്ലാഹു പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. റമദാനിലാണ് തുടങ്ങിയാൽ അത് പിന്നെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. അവർ റമദാനിൽ തന്നെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാം. ളുഹ്റിന് മുമ്പ് 4, ശേഷം 4 സുന്നത്ത് നിസ്കരിച്ചാൽ നരകമോചനം.